ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഇസ്മ. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ജോലി തിരക്ക് തന്നെ ആയിരുന്നു. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി 10 മണിയാവും വരാൻ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. കട്ടിൽ കണ്ടാൽ ഉറങ്ങിപ്പോവും. വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നുമുള്ള ക്ഷമ എനിക്കുണ്ടാവില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് പെരുന്നാളാണല്ലേ നാട്ടിൽ. ഇവിടുത്തെ ഈദ് ഇന്നലെ ആയിരുന്നു. ഇപ്പോൾ പെരുന്നാൾ ദിവസത്തിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിൽ രാവിലെ തന്നെ വീട്ടിൽ ബഹളമൊക്കെ തുടങ്ങും. ഉമ്മയുടെ വിളി, പുതിയ ഡ്രസ്സിൻ്റെ മണം, അതേപോലെ പള്ളിയിലേക്കുള്ള തിരക്ക്, റിലേറ്റീവ്സിൻ്റെ ഒക്കെ ബഹളം എല്ലാം ഇപ്പോൾ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഇപ്പോൾ ഒരു വലിയ മാളിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. വീട്ടിൽ നിന്നും വെച്ച് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിരുന്നോ മോളെന്ന്. ആ ഒരൊറ്റ ചോദ്യം തന്നെ മതി മനസ്സൊക്കെ നാട്ടിലേക്ക് ഓടിപ്പോവാനായിട്ട്. മാളിൻ്റെ നടുവിൽ ചുറ്റും ആളുകളും ആരവങ്ങളും സന്തോഷവും. പക്ഷെ ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത. പ്രവാസിയുടെ ഈദ് എന്ന് വെച്ചാൽ പുറത്ത് ലൈറ്റും ആഘോഷമൊക്കെ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ വീട്ടുകാരെ മിസ് ചെയ്യുന്ന ഭയങ്കര ഒരു അവസ്ഥയുണ്ട്. ഈ ദൂരവും ഈ കഷ്ടപ്പാടും എല്ലാം നമ്മളെ കാത്തിരിക്കുന്ന ആളുകളുടെ സന്തോഷത്തിനാണല്ലോ. അതുകൊണ്ട് ഒറ്റപ്പെട്ടാലും ചിരിക്കും, ക്ഷീണിച്ചാലും മുന്നോട്ട് പോകും. കാരണം പ്രവാസിയുടെ സ്വപ്നങ്ങൾക്ക് അവധിയില്ലല്ലോ. പ്രവാസികളുടെ ഈദ് എന്നത് പുതിയ ഡ്രസ്സിനെക്കാട്ടിലും പഴയ ദിവസങ്ങളെ മിസ് ചെയ്യുന്ന ഓർമ്മകളാണ് നമ്മുടെ. പക്ഷേ ഈ ഒറ്റപ്പെട്ട യാത്രക്കും ഒരു കാരണമുണ്ടല്ലോ. നമ്മളെ കാത്തിരിക്കുന്ന ആളുകളുടെ സന്തോഷം. അതാലോചിക്കുമ്പോൾ ഒന്നും അല്ലടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ.